നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 3. ഓരോ സംഭവങ്ങളും സംഭവിക്കാൻ അതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ശന്തനുവിൻ്റെ ജനനത്തിനു വേണ്ടിയുള്ള കാരണങ്ങളാണ് പറഞ്ഞതല്ല. ശന്തനു ജനിച്ച് വീണ്ടും സത്യവതിയെ കല്യാണം കഴിക്കണമല്ലോ, എങ്കിലല്ലേ കഥ മുന്നോട്ട് പോവുകയുള്ളൂ. ഇപ്പോൾ വസുക്കളെയൊക്കെ വസിഷ്ഠ മഹാരാജാവ് നന്ദിനിയെ അപഹരിച്ചതിന് ശപിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗംഗാദേവിയോട് അവരെല്ലാം നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾക്കെങ്ങനെ അമൃത് ഭക്ഷിച്ച് ദേവന്മാരായി തീരാമെന്ന് ചോദിക്കുന്നു. മനുഷ്യയോനിയിൽ പിറക്കണമെന്നുള്ളത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുവെന്നും പറയുന്നു. അതുകൊണ്ട് ഗംഗാദേവി ശന്തനു എന്ന രാജർഷിയുടെ പത്നിയായി തീരണം എന്നവർ അപേക്ഷിക്കുന്നു. അതിനുശേഷം ജനിക്കുന്ന നിമിഷം തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും ജലത്തിലേക്ക് എറിയണമെന്നും പറയുന്നു. അങ്ങനെയാകുമ്പോൾ ശാപമോക്ഷം കിട്ടുന്നതിൽ സംശയമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവരെല്ലാവരും തങ്ങളുടെ ലോകത്തേക്ക് പോയി. ഗംഗാദേവിയും പോയി. ഇതിൽ പിന്നെയാണ് മഹാഭിഷൻ പ്രദീപൻ്റെ പുത്രനായി ജനിച്ചത്. ആ പുത്രനാണ് ധർമാത്മാവും സത്യസന്ധനുമായ ശന്തനു എന്ന രാജർഷി. ഈ ശന്തനുവിൻ്റെ കഥ പറയുവാൻ വേണ്ടിയാണ് മുൻപുള്ള സംഭവങ്ങളൊക്കെ പ്രതിപാദിച്ചത്. അമിത തേജസ്സായ ആദിത്യനെ പ്രദീപ മഹാരാജാവ് വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ആദിത്യസ്തുതി ചെയ്തുകൊണ്ടിരിക്കെ ഗംഗാജലത്തിൽ നിന്ന് അതിസുന്ദരിയായ ഒരു സ്ത്രീ പുറത്തേക്ക് വന്ന് പ്രദീപൻ്റെ വലത്തെ തുടയിൽ കയറി ഇരിപ്പായി. അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 48. അംഗേ സ്ഥിതാ സ്ത്രിയം ചാഹ മാം പൃഷ്ട്വാ കിം വരാനനെ മാമോരാവാസ്ഥിതാസി ത്വം കിമർത്ഥം ദക്ഷിണേ ശുഭേ. മടിയിൽ കയറിയിരുന്ന സ്ത്രീയോട് അദ്ദേഹം ചോദിച്ചു, സുമുഖി, ചോദിക്കാതെ നീ എന്തിനാണ് എൻ്റെ വലത്തെ തുടമേൽ കയറിയിരുന്നത്? ശ്ലോകം 49. സ തമാഹവരാരോഹ യദർത്ഥം രാജസത്തമ സ്ഥിതാസ്മ്യംഗേ കുരുശ്രേഷ്ഠ കാമയാനാം ഭജസ്വമാം. സുന്ദരാംഗിയായ അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, കാമിക്കുന്നവളായതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ മടിയിൽ കയറിയിരുന്നത്. എന്നെ സ്വീകരിക്കൂ. ശ്ലോകം 50. താമവോചദധോ രാജ രൂപയൗവനശാലിനിം നാഹം പരസ്ത്രിയം കാമാത് ഗച്ഛേയം വരവർണിനിം. രൂപയൗവനാദികൾ തികഞ്ഞ അവളോട് രാജാവ് പറഞ്ഞു, ഞാൻ കാമാധീനനായി സുന്ദരിയായ പരസ്ത്രീയെ പ്രാപിക്കുകയില്ല. ശ്ലോകം 51. സ്ഥിതാ ദക്ഷിണമൂരും മേ ത്വമാശ്ലിഷ്യ ഭാമിനി അപത്യാനാം സ്പൃഷാണാം ച സ്ഥാനം വിദ്ധി ശുചീസ്മിതേ. ഹേ കാമിനി, നീ എൻ്റെ വലത്തെ തുടമേലാണല്ലോ കയറിയിരിക്കുന്നത്. അതെൻ്റെ മക്കൾക്കും പുത്രവധുക്കൾക്കും ഇരിക്കാനുള്ള സ്ഥാനമാണെന്നറിയണം. ശ്ലോകം 52. സ്നുഷാമേ ഭവ കല്യാണി ജാതേ പുത്രേതി വാഞ്ഛിതേ ഭവിഷ്യതി ചമേ പുത്ര സ്തവ പുണ്യാന്യസംശയ. പുത്രനുണ്ടാവാൻ അത്യധികം കൊതിക്കുന്ന എനിക്ക് പുത്രനുണ്ടാവുമ്പോൾ നീ എൻ്റെ സ്നുഷയായി തീരുക. ഭദ്രേ, നിൻ്റെ പുണ്യഫലമായി എനിക്കൊരു പുത്രനുണ്ടാകുമെന്ന് തീർച്ചയാണ്.
ശ്ലോകം 53. തഥേത്യുക്ത്വാ ഗതാ സാ വൈ കാമിനീ ദിവ്യദർശന രാജാ ശാപിഗ്രഹം പ്രാപ്ത ചിന്തയാസ്താം സ്ത്രിയം പുനഃ. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യദർശനയായ കാമിനി അവിടെ നിന്ന് പോയി. പിന്നെ ആ സ്ത്രീയെക്കുറിച്ച് ഓർത്തുകൊണ്ട് രാജാവും കൊട്ടാരത്തിലെത്തി. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.